ഇതാണ് പാടി, കലാഭവൻ മണിയുടെ പാടി. അതെ, മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും സജീവമായ ഒരു പ്രദേശം കൂടിയായിരുന്നു. അതെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ പാടിയെക്കുറിച്ചുള്ള നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ. പക്ഷേ അതെല്ലാം പോയിരിക്കുന്നു. കാരണം മണിച്ചേട്ടൻ്റെ ഓർമ്മകളോടൊപ്പം ഓർമ്മകൾ മാത്രമാണല്ലേ ബാക്കിയുള്ളത്. ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ആ പഴയൊരു പ്രസന്നതയൊന്നുമില്ല. ഇല്ല. ഒരു വശത്ത് ചാലക്കുടി പുഴ അതിരിടും, വളരെ ഒരു പക്ഷെ പറഞ്ഞ നിശബ്ദമായി ഒഴുകുന്നുണ്ട്. ഒരിക്കലും ഇതിങ്ങനെ നിശബ്ദമായിരുന്നില്ല. നാടൻപാട്ടിന്റെ താളത്തിൽ ഇങ്ങനെ ഒഴുകിയിരുന്ന ഒരു പുഴയായിരുന്നു. ഓരോ നിമിഷവും സൈലൻസ് നമുക്ക് ഇവിടെ അറിയാനുണ്ടല്ലോ. തീർച്ചയായും പുള്ളിയുടെ ഉണ്ടായിരുന്ന സമയത്ത് സാന്നിധ്യം ഓരോ നിമിഷവും ഇവിടെ ആളുകളാൽ സജീവമായിരുന്നു. കലാപരിപാടികൾ, വർത്തമാനങ്ങൾ, മിമിക്രികൾ, പൊട്ടിച്ചിരികളൊക്കെ നിറഞ്ഞു വന്നൊരു പ്രദേശമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഏറെ സങ്കടം തോന്നുന്നു. ഈ നാട്ടിൽ മുഴുവൻ കലാഭവൻ മണിയുടെ ഒരു ഓർമ്മകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ചാലക്കുടിയിലൂടെ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കലാഭവൻ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എന്നതൊക്കെ ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ആകെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി എല്ലായിടത്തും വോട്ട് ചോദിച്ചെത്തുന്ന വളരെ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ആ സിനിമാ രംഗത്തുള്ള അപൂർവം ചില ആളുകളിൽ ഒരാൾ കൂടിയായിരുന്നു കലാഭവൻ മണി. ആ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ട്. ഇവിടെ നിന്നായിരുന്നു അവസാന യാത്ര പോയത്. അതെ അതെ, അതാണ് പാടി എന്ന് പറയുന്ന പ്രദേശം അല്ലേ. സങ്കടത്തിന്റെ ബാക്കി പത്രമാണ്. അതെ, ഒരു ചരിത്രത്തിൻ്റെയും ബാക്കി പത്രമാണ്. കാരണം സിനിമാ രംഗത്ത് പൊരുതി തൻ്റെതായ ഇടം കണ്ടെത്തി അങ്ങനെയൊക്കെ വളർന്നു വന്ന ഒരു കലാകാരൻ അവശേഷിപ്പിച്ച് പോയത് ഈ കാണുന്നത് മാത്രമാണ് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് ഇന്നും എത്രയോ മനുഷ്യർ വരുന്നുണ്ടെന്നറിയോ. അതെ അതെ, ഇവിടെ എല്ലാവരും നമ്മൾ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞില്ലേ, നൂറുകണക്കിന് ആളുകൾ പലപ്പോഴായി വന്നു പോകുന്നു. ഈ ചാലക്കുടി ഹൈവേ വഴി കടന്നു പോകുന്ന ആളുകൾ പോലും അന്വേഷിച്ച് ഇങ്ങോട്ട് എത്തുന്നുണ്ട്, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ പോലും എന്നാണ് അവരൊക്കെ പറയുന്നത്. നമുക്ക് മനുഷ്യരുടെ ഓർമ്മകൾ ബാക്കി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയുണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകമുണ്ട്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കലാഭവൻ മണിയുടെ സ്മാരകം, ഓർമ്മ മന്ദിരം ഉണ്ടെന്ന്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയൊക്കെ ഉണ്ട്. അതെ, സത്യം എത്ര നിഷ്കളങ്കമായിരുന്നല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയോ സിനിമകളിൽ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതെ, ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മകൾ, ചാലക്കുടിയുടെ എവിടെ വന്നാലും കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഓർമ്മ അദ്ദേഹത്തിന്റെ ഓട്ടോ തൊട്ട് പുറകിൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്ന് ഉപയോഗിച്ച ഒരു കാളവണ്ടി, വില്ലുവണ്ടി പോലത്തെ ഒരു സംവിധാനമുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. നിരവധി ആളുകൾ വരുന്നത്. നമുക്ക് ആ ഓട്ടോ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് വേണമെങ്കിൽ ആ ബെൻ 100 എന്ന പേരും ചാലക്കുടിക്കരൻ ചങ്ങാതിയും അതൊക്കെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. എങ്കിൽ പോലും അത് ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കാഴ്ചകൾ കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ. ബെൻ 100, ബെൻ ജോൺസൺ എന്ന ഈ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അതെ അതെ, ആ സമയത്താണ് അതിന് ബെൻ 100 എന്ന് പേരിടുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ചല്ലേ ഇതെല്ലാം ഓർമ്മകളാണ് എത്തുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ. മാത്രമല്ല കേട്ടോ, അതാ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രതിമകൾ ചുവരിൽ ചെയ്തിട്ടുണ്ട്. ഒരു വില്ലുവണ്ടി അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ കലാഭവൻ മണിയുടെ ഒരു ഓർമ്മ കൂടാരമാണ് ഈ നാട്.